ഏവർക്കും മാത്സിൻ്റെ 5ാമത്തെ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു സീക്വൻസിലെയും ഒരു അരിത്മെറ്റിക് സീക്വൻസിലെയും നമ്പർ ഓഫ് ടേംസിനെ കുറിച്ചും ഓൾജിബ്രായിക് എക്സ്പ്രഷനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താ ഒരു സീക്വൻസിൻ്റെ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുമ്പോഴേക്കും ഒരു സീക്വൻസിലെ ടേംസുകളുടെ ആകെ എണ്ണത്തെ വിളിക്കുന്ന പേരാണ് നമ്പർ ഓഫ് ടേംസ്. അതിനെ ഡിനോട്ട് ചെയ്യുന്നതാണെങ്കിലോ സ്മോൾ ലെറ്റർ എൻ വെച്ചിട്ടും. ഓക്കെ ആണോ? രണ്ടാമത് നമുക്ക് നോക്കാനുള്ളത് എന്താണൊരു സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. ഒരു സീക്വൻസിലെ ടേംസുകൾക്ക് ഞാൻ കോമൺ ആയിട്ട് എഴുതുന്നൊരു എക്സ്പ്രഷൻ ഉണ്ട്. ആ എക്സ്പ്രഷനെ വിളിക്കുന്ന പേരായിരിക്കും ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. ഞാൻ ഡിനോട്ട് ചെയ്യുന്നതാണെങ്കിലോ എക്സ് സഫിക്സ് എൻ. ഓക്കെ ആണോ? അപ്പോൾ എന്താ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുമ്പോഴേക്കും ഒരു സീക്വൻസിലെ ടേംസുകളുടെ ആകെ എണ്ണത്തെ ഞാൻ വിളിക്കുന്ന പേരാണ് നമ്പർ ഓഫ് ടേംസ്. ഡിനോട്ട് ചെയ്യുന്നതാണെങ്കിലോ സ്മോൾ ലെറ്റർ എൻ. അതുപോലെ ഒരു സീക്വൻസിലെ ടേംസുകൾക്ക് ഞാൻ ജനറൽ ആയിട്ടൊരു എക്സ്പ്രഷൻ പറയാറുണ്ട്. ആ എക്സ്പ്രഷനെ വിളിക്കുന്ന പേരാണ് ഓൾജിബ്രായിക് എക്സ്പ്രഷൻ, അല്ലെങ്കിൽ എക്സ് എൻ വെച്ച് ഡിനോട്ട് ചെയ്യും. ഓക്കെ ആണോ? ഈ ഓൾജിബ്രായിക് എക്സ്പ്രഷനിൽ ഞാൻ എന്നിന് പകരം 1 കൊടുത്താലോ എന്തായിട്ട് മാറും? x1 ആയിട്ട് മാറില്ലേ? x1 എന്ന് വെച്ചാൽ എന്താ നമ്മുടെ ഫസ്റ്റ് ടേം ആയിട്ട് മാറും. എന്നിന് പകരം 2 കൊടുത്താലോ x2, അതായത് സെക്കൻഡ് ടേം ആയിട്ട് മാറും അല്ലേ? 3 കൊടുത്താലോ x3, അല്ലെങ്കിൽ തേർഡ് ടേം ആയിട്ട് മാറും. അപ്പോൾ ഓൾജിബ്രായിക് എക്സ്പ്രഷനിൽ n പകരം 1 കൊടുത്താൽ ഫസ്റ്റ് ടേമായി, 2 കൊടുത്താലോ സെക്കൻഡ് ടേമായി, 3 കൊടുത്താലോ x3 അഥവാ തേർഡ് ടേമായി. ഓക്കെ ആണോ? ഇനി ഞാനിവിടെ 4 സീക്വൻസ് പറഞ്ഞിട്ടുണ്ട്. ഈ സീക്വൻസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇതിലാദ്യത്തെ 2 സീക്വൻസ് ജസ്റ്റ് സീക്വൻസ് മാത്രമാണ്. കാര്യം എന്താ? ഓക്കെ, ഈ സീക്വൻസിലെ ഏത് 2 ടൈംസ് എടുത്താലും ഡിഫറൻസ് സെയിം ആണെന്ന് നോക്കിയേ. എന്താ? 4 - 1 3 അല്ലേ? 9 - 4 5 16 - 9 7. ഡിഫറൻസ് കോമൺ ആണോ? അല്ല. അപ്പോൾ എന്ത് മാത്രമാണ്? ജസ്റ്റ് സീക്വൻസ് മാത്രമാണ്. ആണോ അല്ലേ? അടുത്ത സെറ്റ് ഓഫ് സീക്വൻസ് നോക്കിയേ. ഈ സീക്വൻസ് ആണെങ്കിലോ എന്താ ഇവിടെ ഡിഫറൻസ്? 3. എന്താ ഇവിടെയും ഡിഫറൻസ്? 8 - 5 3. എന്താ ഇവിടെയും ഡിഫറൻസ്? 3 അല്ലേ? ഇവിടെ നോക്കിയേ, ഈ സീക്വൻസിൽ ഏത് 2 ടൈം എടുത്താലും ഡിഫറൻസ് സെയിം അല്ലേ, അല്ലെങ്കിൽ ഡിഫറൻസ് കോമൺ അല്ലേ? അപ്പോൾ എന്ത് സീക്വൻസ് ആയിരിക്കും? ഇത് രണ്ടും അരിത്മെറ്റിക് സീക്വൻസ് ആയിരിക്കും. ക്ലിയർ ആണോ? ഇനി ഈ സീക്വൻസ് നോക്കിയേ. ഈ സീക്വൻസ് 1 4 9 16 25 36 ഇതാണെങ്കിലോ ഓക്കെ 36 കഴിഞ്ഞ് വീണ്ടും 49 എക്സെട്ര ആയിട്ട് പോവാണ്. ആണോ അല്ലേ? എന്താ ഈ 2 സീക്വൻസിൻ്റെയും പ്രത്യേകത? നമുക്ക് ഒന്നാണെങ്കിൽ എൻഡിങ് ആണ് അല്ലേ? രണ്ടും ഒരേ സീക്വൻസ് ആണ്, എന്നാലും നോക്കിയാൽ ഇത് എൻഡിങ് അല്ലേ, എൻഡ് തേക്കുന്ന സീക്വൻസ് അല്ലേ? ഇതാണെങ്കിലോ എൻഡ് ലെസ്സും ആണ്. ആണോ അല്ലേ? അതുപോലെ നോക്കിയേ, ഈ സീക്വൻസ് നോക്കിയടാ. ഓക്കെ, ഈ സീക്വൻസ് നോക്ക് എൻഡിങ് ആണ് അല്ലേ? 32 എൻഡ് തേക്കും അല്ലേ? സോ ഈ സീക്വൻസ് എൻഡിങ് ആണ്. ഇതാണെങ്കിലോ നമുക്ക് സെയിം സീക്വൻസ് ആണ്, പക്ഷെ എൻഡിങ് ആണോ? അല്ല, എൻഡ് ലെസ്സും ആണ്. അപ്പോൾ നിങ്ങൾക്ക് എൻഡിങ് സീക്വൻസും എൻഡ്ലെസ് സീക്വൻസും ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത് വീണ്ടും ഓക്കെ. ഈ എൻഡിങ് സീക്വൻസിലെ നമ്പർ ഓഫ് ടൈംസ് എന്താ വരുന്നത്? ഓക്കെ, 1 2 3 4 5 6. അപ്പോൾ ഈ സീക്വൻസിൽ ടോട്ടൽ 6 ടൈംസ് അല്ലേ ഉള്ളൂ. സോ എന്താ നമ്പർ ഓഫ് ടേംസ് ഇൻ ദിസ് സീക്വൻസ്? നമ്പർ ഓഫ് ടേംസ് n ഈക്വൽ എന്തായിരിക്കും? 6. ഓക്കെ ആണോ? ഓക്കെ, ഈ സീക്വൻസ് എൻലെസ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ സീക്വൻസിലെ ടേമുകളുടെ എണ്ണം നമുക്ക് കൗണ്ട് ചെയ്യാൻ കഴിയുമോ? അപ്പോൾ നമുക്ക് ഈ സീക്വൻസ്, അതായത് എൻലെസ് സീക്വൻസ് ആണെങ്കിൽ നമ്മൾ നമ്പർ ഓഫ് ടേംസ് എന്താണെന്ന് പറയും? നമ്പർ ഓഫ് ടേംസ് അഥവാ എന്നിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യും? n ആക്കി തന്നെ എടുക്കുക. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് സീക്വൻസ് എൻഡിങ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എന്നിൻ്റെ വാല്യൂ കൗണ്ട് ചെയ്യാം. സീക്വൻസ് എൻഡിങ് അല്ലെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും? നമ്പർ ഓഫ് ടേംസിനെ n ആക്കി എടുക്കും. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഈ സീക്വൻസിൽ നിങ്ങൾ പറഞ്ഞേ, വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ടേംസ് ഇൻ ദിസ് സീക്വൻസ്? നമ്പർ ഓഫ് ടേംസ് n ഈക്വൽ ടു എന്താ വരുന്നത്? ഓക്കെ, ഈ സീക്വൻസിൽ 2 5 8 11 14 പിന്നെ കുറേ ടേംസ് മിസ്സിംഗ് അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? ഈ മിസ്സിംഗ് ആ ടേംസിൽ ഒന്ന് എഴുതി നോക്കാം അല്ലേ? കാര്യം എന്താ? ഈ ഡിഫറൻസ് അരിത്മെറ്റിക്, ഈ സീക്വൻസ് അരിത്മെറ്റിക് സീക്വൻസിലാണ്. ഡിഫറൻസ് 3 ആണ്. ആണോ അല്ലേ? അപ്പോൾ എന്താ വരുന്നത്? 14 പ്ലസ് എന്താ ഡിഫറൻസ്? 3. 14 + 3 എന്താ? 17. പിന്നെ ആണെങ്കിലോ 20, പിന്നെ 23, പിന്നെ 26, പിന്നെ 29, വീണ്ടും 32. ആണോ അല്ലേ? ഇത് നിങ്ങൾ പറഞ്ഞേ എന്താ? ഈ സീക്വൻസിലെ നമ്പർ ഓഫ് ടേംസ് 1 2 3 4 5 6 7 8 9
10, 11. So what is the number of terms here? N equal to 11. Okay, ഈ സീക്വൻസ് നോക്ക്, endless അല്ലേ? അപ്പോൾ എന്താ നമ്പർ ഓഫ് ടേംസ്, നമ്പർ ഓഫ് ടേംസ് അല്ലേ, എന്താ വരുന്നത്? n ഈക്വൽ ടു n ആയിരിക്കും. അപ്പോൾ ഒരു സീക്വൻസ് എൻഡിങ് ആണെങ്കിൽ എന്നിനൊരു ന്യൂമറിക്കൽ വാല്യൂ കാണും അല്ലേ, ന്യൂമറിക്കൽ വാല്യൂ കാണും. n ലെസ് ആണെങ്കിലോ നമുക്ക് എന്ത് ചെയ്യാം, എന്നിൻ്റെ വാല്യൂ അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേംസ് എന്താക്കി എടുക്കാം, n ആക്കി എടുക്കാം. ഇത് ഓക്കെ ആണോ? ഇത് നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഓൾജിബ്രായിക് എക്സ്പ്രഷനെ കുറിച്ചാണ്. അതിന് മുന്നേറ്റ് ഞാൻ നോക്കിയ ഈ സീക്വൻസ്, അതായത് 1, 4, 9, 16 എന്നുള്ള സീക്വൻസ് ഓക്കെ പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ സീക്വൻസ് അല്ലേ, അല്ലേ? നാച്ചുറൽ നമ്പേഴ്സിൻ്റെ പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ സീക്വൻസ് അല്ലേ? നമുക്ക് 1 എന്ന് വെച്ചാൽ എന്താ, 1 സ്ക്വയർ ആണ്. 4 ആണെങ്കിലോ 2 സ്ക്വയർ, 9 ആണെങ്കിലോ 3 സ്ക്വയർ, 16 ആകുമ്പോഴോ 4 സ്ക്വയർ, 25 ആണെങ്കിലോ 5 സ്ക്വയർ, 36 ആണെങ്കിലോ 6 സ്ക്വയർ. അതല്ലേ ഇതേ സീക്വൻസ് ആണോ അല്ലേ? അടുത്ത നമ്മൾ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതുമ്പോഴേക്കും ശ്രദ്ധിക്കേണ്ട കേസ് ഇതാണ്. ഈ ഓൾജിബ്രായിക് എക്സ്പ്രഷനിൽ നിങ്ങൾ എന്നിന് പകരം 1 കൊടുത്താൽ നിങ്ങൾക്ക് ഈ ഫസ്റ്റ് ടൈം കിട്ടണം. അതായത് എന്നൊരു 1 കൊടുക്കുമ്പോഴേക്കും എക്സ്പ്രഷൻ ആവും. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം കിട്ടണം. എന്നിന് പകരം 2 കൊടുത്താലോ സെക്കൻഡ് ടൈമായ 4 കിട്ടണം. എന്നിന് പകരം 3 കൊടുത്താലോ തേർഡ് ടൈമായ 9 കിട്ടണം. ആണോ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇത് നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ജനറൽ എക്സ്പ്രഷൻ പറയാം. സോ ഫസ്റ്റ് ടൈമായ x1 എന്ന് പറയുമ്പോഴേക്കും 1 സ്ക്വയർ അല്ലേ. അടുത്ത് സെക്കൻഡ് ടൈമായ x2 ആണെങ്കിലോ x2 ഈക്വൽ ടു 2 സ്ക്വയർ. അടുത്ത് തേർഡ് ടൈമായ x3 ആണെങ്കിലോ 3 സ്ക്വയർ. ആണോ അല്ലേ? അപ്പോൾ x1 ആകുമ്പോഴേക്കും 1 സ്ക്വയർ, x2 ആണെങ്കിലോ 2 സ്ക്വയർ, x3 ആണെങ്കിലോ 3 സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും xn എന്ന് പറയുമ്പോഴേക്കും എന്താ, n സ്ക്വയർ. ഓക്കെ ആണോ? അപ്പോൾ തന്നിരിക്കുന്ന സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഏത് കേസ് ക്ലിയർ ആയോ? ഓക്കെ, ഈ എക്സ്പ്രഷനിൽ നമ്മൾ എന്ത് ചെയ്യും, എന്നിന് പകരം 1 കൊടുത്താലോ x1 ആയി. എന്താ x1 എന്ന് പറയുമ്പോഴേക്കും 1 സ്ക്വയർ, 1 സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ 1. 2 കൊടുത്താലോ x2 ആയി, x2 എന്ന് വെച്ചാൽ എന്താ 2 സ്ക്വയർ, എന്താ 2 സ്ക്വയറിൻ്റെ വാല്യൂ 4. ഓക്കെ ആണോ? അപ്പോൾ ഒരു സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുന്ന കേസ് ക്ലിയർ ആണോ? ഇത് നമ്മൾ അടുത്ത് നോക്കേണ്ടത് തന്നിരിക്കുന്ന ഈ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് അരിത്മെറ്റിക് സീക്വൻസ് ആകുമ്പോഴേക്കും ഇതുപോലെയും ചെയ്യാം. അല്ലാതെ നമുക്ക് നോക്കിയേ അരിത്മെറ്റിക് സീക്വൻസിന് വേണ്ടി അതിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഇതാണ്, xn ഈസ് ഈക്വൽ ടു nd പ്ലസ് x മൈനസ് d. ഇതാണ് ഒരു അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ. ഓക്കെ ആണോ? സോ നിങ്ങൾ പറഞ്ഞേ എന്താ xൻ്റെ വാല്യൂ, xn ഈസ് ഈക്വൽ ടു n ഇൻറ്റു അല്ലേ, n മാറ്റമൊന്നുമില്ല. എന്താ ഡിയുടെ വാല്യൂ 5 മൈനസ് 2 ദറ്റ് ഈസ് 3 അല്ലേ. അപ്പോൾ ഡിയുടെ വാല്യൂ 3 ആണ്. നമുക്ക് എന്ത് ചെയ്യാം, 3 ആദ്യം എഴുതാം, 3n പ്ലസ് വീണ്ടും എക്സിൻ്റെ വാല്യൂ, എന്താ എക്സിൻ്റെ വാല്യൂ 2 മൈനസ് എന്താ ഡിയുടെ വാല്യൂ 5 മൈനസ് 2 ദറ്റ് ഈസ് 3. സോ വീണ്ടും 3n പ്ലസ് 2 മൈനസ് 3 എന്താ -1. സോ വീണ്ടും 3n പ്ലസ് ഇൻറ്റു മൈനസ് ദറ്റ് ഈസ് -1 ആയില്ലേ. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഓൾജിബ്രായിക് എക്സ്പ്രഷനിൽ n വരെ 1 കൊടുത്താലോ ഫസ്റ്റ് ടൈമായി, നമുക്ക് ഫസ്റ്റ് ടൈമായ 2 കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. സോ എന്താ x1ൻ്റെ വാല്യൂ, x1 ഈക്വൽ ടു 3 ഇൻറ്റു 1 അല്ലേ. ഇത് xnൻ്റെ വാല്യൂ ആണ്. അപ്പോൾ x1 ആണെങ്കിലോ 3 ഇൻറ്റു 1 -1 എന്താ 3 ഇൻറ്റു 1 3 മൈനസ് 1 എന്താ 2 ആയില്ലേ. സോ x2 ആണെങ്കിലോ എന്താ x2ൻ്റെ വാല്യൂ 3 ഇൻറ്റു 2. സോ 3 ഇൻറ്റു 2 -1 എന്താ 3 ഇൻറ്റു 2 6 മൈനസ് 1 5. അടുത്ത x3 ആണെങ്കിലോ എന്താ x3യുടെ വാല്യൂ 3 ഇൻറ്റു 3 അല്ലേ. സോ 3 ഇൻറ്റു 3 -1 എന്താ 3 ഇൻറ്റു 3 9 മൈനസ് 1 8. നോക്കി ഫസ്റ്റ് 3 ടൈംസ് നോക്കി 2 5 8 അല്ലേ. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ ഈ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്തായിരുന്നു, xn ഈസ് ഈക്വൽ ടു 3n മൈനസ് 1. അതിൽ നോക്ക്, നമ്മൾ n ഒരു 1 കൊടുത്താലോ ഫസ്റ്റ് ടൈമായി, 2 കൊടുത്താലോ സെക്കൻഡ് ടൈമായി, 3 കൊടുത്താലോ തേർഡ് ടൈമായി. സോ ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണെങ്കിൽ അതിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷനുള്ള ഇക്വേഷൻ എന്തായിരുന്നു, xn ഈസ് ഈക്വൽ ടു nd പ്ലസ് x മൈനസ് d. ക്ലിയർ ആണോ? നമുക്ക് ഈ സെക്ഷൻസിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. സോ നമ്മുടെ കണ്ടിന്യൂവേഷൻ ക്വസ്റ്റ്യൻ ആയ ക്വസ്റ്റ്യൻ നമ്പർ 20. ക്വസ്റ്റ്യൻ നമ്പർ 20 എന്ന് വായിച്ചേ. റൈറ്റ് ദ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഫോർ ദി ഫോളോയിങ്. തന്നിരിക്കുന്ന എല്ലാ സീക്വൻസിൻ്റെയും ഓൾജിബ്രായിക് എക്സ്പ്രഷൻ പറയുക അല്ലേ. അതിലെന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നേ, എ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, 2, 4, 8, 16, 32, എക്സെട്ര ആണോ അല്ലേ. ഓക്കെ, ഈ സീക്വൻസിൽ
ഫസ്റ്റ് 2 ടൈംസ് 4 2 എന്താ ഡിഫറൻസ്? 4 മൈനസ് 2 2. എന്താ 8 മൈനസ് 4 4 അല്ലേ? ഇവിടെ ഡിഫറൻസ് 2 ആണ്, ഇവിടെ ഡിഫറൻസ് 4 ആണ്. അപ്പോൾ നമുക്ക് ഈ സീക്വൻസ് അരിത്മെറ്റിക് സീക്വൻസ് ആണോ? അല്ല. അപ്പോൾ അരിത്മെറ്റിക് സീക്വൻസ് ആണെങ്കിൽ നമുക്ക് ഏത് എക്സ്പ്രഷൻ ഉപയോഗിക്കായിരുന്നു? എക്സ് എൻ ഈസ് ഈക്വൽ ടു എൻ ഡി പ്ലസ് എക്സ് മൈനസ് ഡി ഉപയോഗിക്കായിരുന്നു. ഇവിടെ അത് ഉപയോഗിക്കാൻ കഴിയുമോ? ഇല്ല. എന്താ റീസൺ? എന്താ? തന്നിരിക്കുന്ന സീക്വൻസ് അരിത്മെറ്റിക് സീക്വൻസ് അല്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന ഓരോ ടേമിനെയും അല്ലേ ഒരു ജനറൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് വേണം അതിൻ്റെ ഓൾജിബ്ര എക്സ്പ്രഷൻ പറയാൻ വേണ്ടി. നമുക്ക് എങ്ങനെ ഈ 2നെ മാറ്റി എഴുതാം? നമുക്ക് 2നെ വേണമെങ്കിൽ 2 റൈസ് ടു 1 എന്ന് പറഞ്ഞൂടെ? എന്താ 2 റൈസ് ടു 1 2. അതുപോലെ 4നെ ആണെങ്കിലോ 2 സ്ക്വയർ എന്ന് പറയാം അല്ലേ? 8നെ ആണെങ്കിലോ 2 ക്യൂബ് എന്ന് എടുക്കാം. 16 ആണെങ്കിലോ 2 റൈസ് ടു 4. 32 ആകുമ്പോഴോ 2 റൈസ് ടു 5 അല്ലേ? നമുക്ക് എല്ലാ ടൈമിലും 2 കോമൺ ആണ്, അതായത് ബേസ് ആയ 2 കോമൺ ആണ്, പവർ മാറിക്കൊണ്ടേയിരിക്കുവാണ്. ആണോ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ഈ സീക്വൻസിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞേ എന്താ? എക്സ് എൻ ഈസ് ഈക്വൽ ടു എങ്ങനെ പറയാം? നമുക്ക് ബേസ് 2 കോമൺ അല്ലേ? സോ 2 ആണോ അല്ലേ? എന്താ മാറിക്കൊണ്ടിരിക്കുന്നത്? പവറാണ്. പവർ എങ്ങനെയാണ് മാറുന്നത്? 1 2 3 4 5. അതായത് x1ൻ്റെ വാല്യൂ x1 എന്ന് പറയുമ്പോഴേക്കും 2 റൈസ് ടു 1, x2 ആണെങ്കിലോ 2 സ്ക്വയർ, x3 ആണെങ്കിലോ 2 ക്യൂബ്, അപ്പോൾ xn ആണെങ്കിലോ 2 റൈസ് ടു n. ഓക്കെ ആണോ? x1 പറ. x1 ഈക്വൽ ടു 2 റൈസ് ടു 1, x2 ആണെങ്കിലോ 2 സ്ക്വയർ, x3 ആണെങ്കിലോ 2 ക്യൂബ്. ഈ സീക്വൻസിൻ്റെ ഓൾജിബ്ര എക്സ്പ്രഷൻ എന്ന കേസ് ക്ലിയർ ആണോ? ശരി, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? 3, 9, 27, 81, 243, എക്സെട്ര. ഓക്കെ ആണോ? അപ്പോൾ ഇതും നമുക്ക് അരിത്മെറ്റിക് സീക്വൻസ് ആണോ ചെക്ക് ചെയ്തേ? എന്താ 9 മൈനസ് 3 6, 27 മൈനസ് 9 18. ഡിഫറൻസ് കോമൺ ആണോ? അല്ല. അപ്പോൾ എന്തല്ല? അരിത്മെറ്റിക് സീക്വൻസ് അല്ല. ഓക്കെ ആണോ? ഇത് നമുക്ക് 3 എങ്ങനെ എഴുതാം? 3 റൈസ് ടു 1. 9 ആകുമ്പോഴോ 3 സ്ക്വയർ, 27 ആണെങ്കിലോ 3 ക്യൂബ്, 81 ആണെങ്കിലോ 3 റൈസ് ടു 4 81, 243 ആണെങ്കിലോ 3 റൈസ് ടു 5. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഈ സീക്വൻസിൻ്റെ ഓൾജിബ്ര എക്സ്പ്രഷൻ എന്ന് പറഞ്ഞേ എന്താ? ബേസ് നോക്ക്, ബേസ് ആയ 3 കോമൺ ആണ്. സോ 3 റൈസ് ടു അല്ലേ എന്തെന്ന് പറയാം? n. അപ്പോൾ x1 ആകുമ്പോഴേക്കും 3 റൈസ് ടു 1, x2 ആകുമ്പോഴേക്കും 3 സ്ക്വയർ ആയില്ലേ? തേർഡ് ക്വസ്റ്റ്യൻ പറഞ്ഞേ എന്താ? തേർഡ് ക്വസ്റ്റ്യൻ ആകുമ്പോഴേക്കും സീക്വൻസ് ഓഫ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ സീക്വൻസ് ഏതൊക്കെയാണ്? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് 1 അല്ലേ, 4, 9, 16, 25 എക്സെട്ര. ഓക്കെ ആണോ? നമുക്ക് ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണോ? എന്താ ഡിഫറൻസ്? 3. ഇവിടെ എന്താ ഡിഫറൻസ്? 5. അപ്പോൾ അരിത്മെറ്റിക് സീക്വൻസ് ആണോ? അല്ല. അപ്പോൾ നമുക്ക് ഈ 1 എങ്ങനെ എഴുതാം? 1നെ 1 സ്ക്വയർ എന്ന് പറഞ്ഞൂടെ? 4 ആണെങ്കിലോ 2 സ്ക്വയർ, 9 ആകുമ്പോഴോ 3 സ്ക്വയർ, 16 ആകുമ്പോഴോ 4 സ്ക്വയർ, 25 ആണെങ്കിലോ 5 സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എന്താ ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എക്സ് എൻ ഈസ് ഈക്വൽ ടു, ഇവിടെ ഏതാ മാറാത്തെ? ഓക്കെ, പവർ മാറുന്നില്ല, പിന്നെ ഏത് മാറുന്നുണ്ട്? ബേസ് മാറുന്നില്ലേ അല്ലേ? 1 2 3 4 5. അതായത് x1 ആകുമ്പോഴേക്കും 1 സ്ക്വയർ, അതായത് പവർ മാറുന്നില്ല, പവർ സെയിം ആണ്. ആണോ അല്ലേ? ബേസ് മാത്രമാണ് മാറുന്നത്. x1 ആകുമ്പോഴേക്കും 1 സ്ക്വയർ, അപ്പോൾ x1 ആകുമ്പോഴേക്കും 1 സ്ക്വയർ, x2 ആണെങ്കിലോ 2 സ്ക്വയർ, x3 ആണെങ്കിലോ 3 സ്ക്വയർ, അപ്പോൾ xn ആണെങ്കിലോ എന്താ വരുന്നത്? n സ്ക്വയർ. ഓക്കെ ആണോ? ഓക്കെ, x1 1 സ്ക്വയർ, x2 ആണെങ്കിലോ 2 സ്ക്വയർ, x3 ആണെങ്കിലോ 3 സ്ക്വയർ. ക്ലിയർ ആണോ? എന്താ നാലാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്? സീക്വൻസ് ഓഫ് പെർഫെക്റ്റ് ക്യൂബ്സ്. പെർഫെക്റ്റ് ക്യൂബ് എന്ന് പറയുമ്പോഴേക്കും ഏതാ? 1 അല്ലേ, പിന്നെ ഏതാ? 8, പിന്നെ 27 അല്ലേ, പിന്നെ 64, പിന്നെ 125. ഇതല്ലേ പെർഫെക്റ്റ് ക്യൂബ്സ്? ആണോ അല്ലേ? പറഞ്ഞേ. സോ 1 നമുക്ക് എങ്ങനെ എഴുതാം? 1 ക്യൂബ് അല്ലേ? എന്താ 1 ക്യൂബിൻ്റെ വാല്യൂ? 1. അടുത്ത് 8 ആണെങ്കിലോ 2 ക്യൂബ് അല്ലേ? അടുത്ത് 27 ആകുമ്പോഴോ 3 ക്യൂബ്, 64 ആണെങ്കിലോ 4 ക്യൂബ്, 125 ആണെങ്കിലോ നിങ്ങൾക്കറിയാം 5 ക്യൂബ്. ആണോ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ ഓൾജിബ്ര എക്സ്പ്രഷൻ എന്ന് പറഞ്ഞേ
എക്സ് എൻ ഈസ് ഈക്വൽ ടു എന്താ എക്സ് എൻ ഈസ് ഈക്വൽ ടു പവർ നോക്കിയേ സെയിം ആണ്, ബേസ് മാറിക്കൊണ്ടേ ഇരിക്കുവാണ് അല്ലേ. അപ്പോൾ എന്താ വരുന്നത്? ദറ്റ് ഈസ് എൻ ക്യൂബ് അല്ലെ, എൻ ക്യൂബ് അല്ലേ. കാര്യം എന്താ? എക്സ് 1 ആകുമ്പോഴേക്കും 1 ക്യൂബ്, എക്സ് 2 ആണെങ്കിലോ 2 ക്യൂബ്, എക്സ് 3 ആണെങ്കിലോ 3 ക്യൂബ്, എക്സ് 4 ആണെങ്കിലോ 4 ക്യൂബ്, എക്സ് 5 ആകുമ്പോഴോ 5 ക്യൂബ്. ക്ലിയർ ആണോ? അപ്പോൾ എക്സ് എൻ ആകുമ്പോഴെന്താ എൻ ക്യൂബ്. അപ്പോൾ ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിച്ച കേസ് ക്ലിയർ ആണോ? ഓക്കെ ആണത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ വായിച്ചേ. റൈറ്റ് ദ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഫോർ ഈച്ച് ഓഫ് ദി സീക്വൻസസ് ബിലോ. തന്നിരിക്കുന്ന എല്ലാ സീക്വൻസസിനും ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതുക. ഓക്കെ ആണോ? അതെന്താ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്? സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസ് ഏതൊക്കെയാണ് ഓഡ് നമ്പേഴ്സിനകത്ത് വരുന്നത്? 1 അല്ലേ, 1, 3, 5, 7, 9, എക്സെട്ര അല്ലേ. സോ നമുക്കതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സീക്വൻസ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ദറ്റ് ഈസ് 21A ഏതൊക്കെയായിരുന്നു? 1, 3, 5, 7, 9, എക്സെട്ര അല്ലേ. ഓക്കെ, എന്താ ഡിഫറൻസ് ബിറ്റ്വീൻ 3 and 1? 2. സോ ഇവിടെ ആണെങ്കിലും എന്താ ഡിഫറൻസ്? 2. ഇവിടെ എന്താ ഡിഫറൻസ്? 7 - 5 2. ഇവിടെ എന്താ ഡിഫറൻസ്? 2. നമുക്ക് തന്നിരിക്കുന്ന സീക്വൻസിലെ ഡിഫറൻസ് കോമൺ അല്ലേ. സോ ഇറ്റ് ഈസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. അങ്ങനെയാണെങ്കിൽ എന്താ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ്റെ ഇക്വേഷൻ? എക്സ് എൻ ഈസ് ഈക്വൽ ടു നമുക്ക് എൻ ഡി എന്ന് ഉപയോഗിക്കാം, ഡി എൻ എന്നും പറയാം. സോ നമ്മൾ ഡി എന്ന് പറയാൻ പോവുക. ഡി എൻ പ്ലസ് എക്സ് മൈനസ് ഡി. ഓക്കെ ആണോ? എന്താ ഡിയുടെ വാല്യൂ? 3 - 1 അല്ലേ, ഈക്വൽ ടു 2. എക്സിൻ്റെ വാല്യൂ ആണെങ്കിലോ 1. സോ അപ്പോൾ എന്താ എക്സ് എൻ ഈസ് ഈക്വൽ ടു ഡിയുടെ വാല്യൂ 2. സോ 2 × n 2n പ്ലസ് 1 മൈനസ് ഡിയുടെ വാല്യൂ 2. സോ വീണ്ടും 2n പ്ലസ് എന്താ 1 - 2 -1. സോ വീണ്ടും 2n പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ദറ്റ് ഈസ് 2n - 1. ഇത് നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. ആദ്യം x1 ആകുമ്പോഴോ 2 × 1 2, 2 - 1 1 ആയില്ലേ. അടുത്ത x2 ആകുമ്പോഴേക്കും 2 × 2 4, 4 - 1 3 ആയില്ലേ. x3 ആകുമ്പോഴോ 2 × 3 6, 6 - 1 5. ക്ലിയർ ആണോ? ശരി. എന്താ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്? സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. അതായത് 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും 1 റിമൈൻഡർ വരുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ്. 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും 1 റിമൈൻഡർ വരുന്ന ഫസ്റ്റ് നമ്പർ ഏതാ? 1 ആണ്. ആണോ അല്ലേ? കാര്യം നമുക്ക് എന്താ 1നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. സോ റിമൈൻഡർ എന്തായിരിക്കും? 1 ആയിരിക്കും. സോ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യനിലെ സീക്വൻസിലെ ഫസ്റ്റ് നമ്പർ ഏതാ? 1 ആണ് അല്ലേ. നമുക്ക് നോക്കിയാൽ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും 1 റിമൈൻഡർ വരണം. സോ ഫസ്റ്റ് നമ്പർ 1 ആണ് അല്ലേ. സോ അപ്പോൾ അടുത്ത നമ്പർ ഏതായിരിക്കും? ആ 1നോടൊപ്പം ആ ഡിവൈഡ് ചെയ്യേണ്ട നമ്പർ ആഡ് ചെയ്താൽ പോരെ. ദറ്റ് ഈസ് 1 + 3 എത്രയാ? 4. അടുത്ത വീണ്ടും 4 + 3 7, 7 + 3 10 എക്സെട്ര. ഓക്കെ ആണോ? എന്താ ഇവിടെ ഡിഫറൻസ്? 3. ഇവിടെ എന്താ ഡിഫറൻസ്? 3. ഇവിടെ എന്താ ഡിഫറൻസ്? 3. ഓക്കെ, ഡിഫറൻസ് സെയിം അല്ലേ. സോ ഇറ്റ് ഈസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. എന്താ എക്സ് എൻ ഈസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എക്സ് മൈനസ് ഡി അല്ലേ. എന്താ ഡിയുടെ വാല്യൂ? 4 - 1 3 അല്ലേ. എക്സിൻ്റെ വാല്യൂ ആണെങ്കിലോ 1. ഇക്വേഷൻ അപ്ലൈ ചെയ്ത് പറഞ്ഞേ. എക്സ് എൻ ഈസ് ഈക്വൽ ടു 3 × n പ്ലസ് 1 - 3 ദാറ്റ് ഈസ് 3n പ്ലസ് ദ 1 - 3 -2. സോ വീണ്ടും 3n പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് 2. ക്ലിയർ ആണോ? വെരിഫൈ ചെയ്യാം. എന്താ x1 ആകുമ്പോഴേക്കും 3 × 1 3, 3 - 2 1 ആയില്ലേ. x2 ആണെങ്കിലോ 3 × 2 6, 6 - 2 4. x3 ആകുമ്പോഴോ 3 × 3 9, 9 - 2 7. ക്ലിയർ ആണോ? ശരി. എന്താ തേർഡ് ക്വസ്റ്റ്യൻ? സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1. 1ൽ അവസാനിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ഏതൊക്കെയായിരുന്നു? 1ൽ അവസാനിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സ് 1, 11, 21, 31 എക്സെട്ര അല്ലേ. എന്താ ഡിഫറൻസ്? 10. ഇവിടെ എന്താ ഡിഫറൻസ്? 10. ഇവിടെ ആണെങ്കിലോ 10. ഓക്കെ ആണോ? ഓക്കെ, ഡിഫറൻസ് സെയിം ആയില്ലേ. സോ ഇറ്റ് ഈസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. എന്താ എക്സിൻ്റെ ഇക്വേഷൻ? എക്സ് എൻ ഈസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എക്സ് മൈനസ് ഡി. എന്താ ഡിയുടെ വാല്യൂ? 11 - 1 = 10.
എക്സിൻ്റെ വാല്യൂ ആണെങ്കിലോ 1. പറഞ്ഞേ എക്സ് എൻ ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു എൻ 10n പ്ലസ് 1 മൈനസ് 10. സോ 10n പ്ലസ് എന്താ 1 മൈനസ് 10 മൈനസ് 9. സോ 10n പ്ലസ് ഇൻറ്റു മൈനസ് എന്താ മൈനസ് 9. ഓക്കെ, ആദ്യം x1 പറഞ്ഞ x1ൻ്റെ വാല്യൂ എന്താ 10 ഇൻറ്റു 1 10 മൈനസ് 9 1 ആയില്ലേ. x2 ആകുമ്പോഴോ 10 ഇൻറ്റു 2 എത്രയാ 20 മൈനസ് 9 11. x3 ആകുമ്പോഴോ 10 ഇൻറ്റു 3 30 മൈനസ് 9 ദറ്റ് ഈസ് 21. ഓക്കെ ആണോ? എന്താ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്? സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 or 6. 1ലോ 6ലോ എൻഡ് ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ഏതൊക്കെയായിരുന്നു? 1ലോ 6ലോ എൻഡ് ചെയ്യണം. സോ 1 6ഉം അടുത്താണെങ്കിലോ 11ഉം 16ഉം അടുത്ത് 21ഉം 26ഉം. നോക്കിയേ 1 അല്ലെങ്കിൽ 6ൽ എൻഡ് ചെയ്തേക്കുന്നത് അല്ലേ? എന്താ ഇവിടെ ഡിഫറൻസ്? 5. ഇവിടെയാണെങ്കിലോ 5, ഇവിടെ ആകുമ്പോഴോ 5, ഇവിടെ ആകുമ്പോഴോ 5, ഇവിടെയും ഡിഫറൻസ് എന്താ 5. നോക്കിയേ ഡിഫറൻസ് സെയിം ആയില്ലേ. സോ ഇറ്റ് ഈസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് അല്ലേ? സോ എന്തായിരുന്നു ഓൾജിബ്രായിക് എക്സ്പ്രഷൻ്റെ ഇക്വേഷൻ? എക്സ് എൻ ഈസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എക്സ് മൈനസ് ഡി. എന്താ ഡിയുടെ വാല്യൂ 6 മൈനസ് 1 ഈക്വൽ ടു 5. എക്സിൻ്റെ വാല്യൂ ആണെങ്കിലോ 1. സോ എന്താ എക്സ് എൻ ഈസ് ഈക്വൽ ടു ഡി എൻ എന്ന് പറയുമ്പോഴേക്കും ഡിയുടെ വാല്യൂ 5 ആണ്. സോ 5n പ്ലസ് 1 മൈനസ് ഡിയുടെ വാല്യൂ 5. സോ 5n പ്ലസ് 1 മൈനസ് 5 എന്താ മൈനസ് 4. സോ വീണ്ടും 5n പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് 4 ആയില്ലേ? വെരിഫൈ ചെയ്ത് നോക്കിയേ. x1 ആകുമ്പോഴേക്കും 5 ഇൻറ്റു 1 5 മൈനസ് 4 1 ആയില്ലേ? അടുത്ത x2 ആകുമ്പോഴേക്കും 5 ഇൻറ്റു 2 10 മൈനസ് 4 6. x3 ആകുമ്പോഴേക്കും 5 ഇൻറ്റു 3 15 മൈനസ് 4 11 ആയില്ലേ? സോ ഒരു സീക്വൻസിൻ്റെയും ഒരു അരിത്മെറ്റിക് സീക്വൻസിൻ്റെയും ഓൾജിബ്ര എക്സ്പ്രഷൻ കണ്ടുപിടിക്കുന്ന കേസ് ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എല്ലാ ആൾക്കാരും ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ഫോർ ദ സീക്വൻസ് ഓഫ് റെഗുലർ പോളിഗൺസ് സ്റ്റാർട്ടിംഗ് വിത്ത് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ റൈറ്റ് ദ ഓൾജിബ്രായിക് എക്സ്പ്രഷൻസ് ഫോർ ദി സീക്വൻസസ് ഓഫ് ദി സം ഓഫ് ഇന്നർ ആംഗിൾസ്, സം ഓഫ് ഔട്ടർ ആംഗിൾ, മെഷേഴ്സ് ഓഫ് ആൻ ഇന്നർ ആംഗിൾ ആൻഡ് ദ മെഷർ ഓഫ് ആൻ ഔട്ടർ ആംഗിൾ. അതായത് ഫോർ ദ സീക്വൻസ് ഓഫ് റെഗുലർ പോളിഗൺസ് സ്റ്റാർട്ടിംഗ് വിത്ത് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന റെഗുലർ പോളിഗൺസിൻ്റെ അത് ഏതൊക്കെയാണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സ്ക്വയർ, റെഗുലർ പെൻറ്റഗൺ, റെഗുലർ ഹെക്സഗൺ എക്സെട്ര. ഓക്കെ ആണോ? ഇതിൻ്റെയൊക്കെ ഓക്കെ സം ഓഫ് ഇന്നർ ആംഗിൾസിൻ്റെയും സം ഓഫ് ഔട്ടർ ആംഗിളിൻ്റെയും 1 ഇന്നർ ആംഗിളിൻ്റെയും 1 ഔട്ടർ ആംഗിളിൻ്റെയും സീക്വൻസസിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക. ഓക്കെ ആണോ? ശരി. സോ നിങ്ങൾ പറഞ്ഞേ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെയും റെഗുലർ പെൻറ്റഗണിൻ്റെയും റെഗുലർ ഹെക്സഗണിൻ്റെയും സ്ക്വയേഴ്സിൻ്റെയൊക്കെ ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? സം ഓഫ് ഇന്നർ ആംഗിൾ. സം ഓഫ് ഇന്നർ ആംഗിളിൻ്റെ ഇക്വേഷൻ എന്താ? നിങ്ങൾ മുന്നേയുള്ള ക്ലാസ്സുകൾ പഠിച്ചതാണ്. എന്താ ഇക്വേഷൻ? n-2 ഇൻറ്റു 180 അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ എക്സ്പ്രഷൻ ഉപയോഗിച്ചുകൊണ്ട് ഓരോ ജോമെട്രിക് ഫിഗറിൻ്റെയും സം ഓഫ് ഇന്നർ ആംഗിളിൻ്റെ സീക്വൻസ് കണ്ടുപിടിച്ചു ആണോ അല്ലേ? അപ്പോൾ എന്തായിരുന്നു സീക്വൻസ്? 180 അല്ലെ? ഇക്വൽ ട്രയാങ്കിൾ ആകുമ്പോഴേക്കും ഓക്കെ എന്നിൻ്റെ വാല്യൂ 3 ആണ്. അപ്പോൾ 3 മൈനസ് 2 1 ഇൻറ്റു 180 ദാറ്റ് ഈസ് 180. പിന്നെ അടുത്ത സ്ക്വയർ ആകുമ്പോഴേക്കും 4 മൈനസ് 2 ഇൻറ്റു 180 360. അടുത്ത റെഗുലർ പെൻറ്റഗൺ ആകുമ്പോഴേക്കും എന്നിൻ്റെ വാല്യൂ 5 മൈനസ് 2 3 ഇൻറ്റു 180 ദാറ്റ് ഈസ് 540. അടുത്ത റെഗുലർ ഹെക്സഗൺ ആകുമ്പോഴേക്കും എന്നിൻ്റെ വാല്യൂ എന്താ? 6 മൈനസ് 2 4 ഇൻറ്റു 180 ദാറ്റ് ഈസ് 720 എക്സെട്ര ആണോ അല്ലേ? ഇതല്ലേ സീക്വൻസ്? ഓക്കെ, ഈ സീക്വൻസിൽ ഈ രണ്ട് ടൈമുകളുടെ ഡിഫറൻസ് എന്തായിരുന്നു? 360 മൈനസ് 180 180, 540 മൈനസ് 360 180, 720 മൈനസ് 540 180. നോക്കിയേ ഡിഫറൻസ് സെയിം അല്ലേ? സോ ഇറ്റ് ഈസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. അങ്ങനെയാണെങ്കിൽ എന്താ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ്റെ ഇക്വേഷൻ? എക്സ് എൻ ഈസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എക്സ് മൈനസ് ഡി അല്ലേ? എന്താ ഡിയുടെ വാല്യൂ? 360 മൈനസ് 180 ദാറ്റ് ഈസ് 180. എന്താ എക്സിൻ്റെ വാല്യൂ? ഈക്വൽ ടു 180 തന്നെയാണ്. അപ്പോൾ എന്താ എക്സ് എൻ ഈസ് ഈക്വൽ ടു ഡിയുടെ വാല്യൂ 180 ഇൻറ്റു എൻ ദാറ്റ് ഈസ് 180 എൻ പ്ലസ് എക്സിൻ്റെ വാല്യൂ 180 മൈനസ് ഡിയുടെ വാല്യൂ
180. That is 180n plus 180 minus 180 എന്താ 0. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം 180 എന്ന് എഴുതാം. ഓക്കെ ആണോ? സോ നമുക്ക് വെരിഫൈ ചെയ്തേ എന്താ x1ൻ്റെ വാല്യൂ 180 into 1 that is 180. എന്താ x2ൻ്റെ വാല്യൂ 180 into 2 എന്താ 180 into 2 360 ആയില്ലേ. x3യുടെ വാല്യൂ 180 into 3 that is 540 ആയില്ലേ. ക്ലിയർ ആണോ? ഇനി എന്താ സെക്കൻഡ് പറഞ്ഞേക്കുന്നത് സം ഓഫ് ഔട്ടർ ആംഗിൾ. എന്താ സം ഓഫ് ഔട്ടർ ആംഗിളിൻ്റെ സീക്വൻസ് ഓഫ് സം ഓഫ് ഔട്ടർ ആംഗിൾ നിങ്ങൾക്കറിയാം ഏത് ജോമെട്രിക് ഫിഗർ ആയാലും വാട്ട് ഈസ് ദ സം ഓഫ് ഔട്ടർ ആംഗിൾ 360 ആണ് അല്ലേ. അപ്പോൾ എന്താ സീക്വൻസ് ഓഫ് സം ഓഫ് ഔട്ടർ ആംഗിൾ. അപ്പോൾ ഇക്വൽ ആംഗിൾ ആണെങ്കിലും 360, സ്ക്വയർ ആണെങ്കിലും 360, റെഗുലർ പെൻറ്റഗൺ ആണെങ്കിലും 360, റെഗുലർ ഹെക്സഗൺ ആകുമ്പോഴും എന്ത് തന്നെയാണ് 360 തന്നെയാണ് ആണോ അല്ലേ. അപ്പോൾ ഈ കേസ് നോക്കി നമുക്ക് എന്താ ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടോ? 0 ആണ് ആണോ അല്ലേ. അപ്പോൾ നമുക്ക് x1 ആയാലും x2 ആയാലും x3 ആയാലും എന്തിനു വരണം 360 വരണം. അപ്പോൾ എന്താ algebraic expression xn is equal to 360. x1ൻ്റെ വാല്യൂ 360, x2 ആണെങ്കിലോ 360, x3 ആണെങ്കിലോ 360. ക്ലിയർ ആണോ? ശരി. എന്താ തേർഡ് പറഞ്ഞേക്കുന്നത് ദ മെഷർ ഓഫ് ആൻ ഇന്നർ ആംഗിൾ. അപ്പോൾ ഇന്നർ ആംഗിൾ ആകുമ്പോൾ എന്താ ഇക്വേഷൻ 1 ഇന്നർ ആംഗിളിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു 1 ഇന്നർ ആംഗിൾ that is n minus 2 into 180 divided by n ആയിരുന്നു അല്ലേ. അതല്ലേ ഇക്വേഷൻ. നിങ്ങൾ പറഞ്ഞേ എന്താ ഇക്വലാറ്റർ ആംഗിളിൻ്റെ കേസിൽ 1 ഇന്നർ ആംഗിൾ എന്ന് പറയുമ്പോഴേക്കും 60 ആയിരുന്നില്ലേ. ദറ്റ് ഈസ് നമുക്ക് 180/3 ദറ്റ് ഈസ് 60 ആയിരുന്നു. അടുത്താണെങ്കിലോ സ്ക്വയർ ആകുമ്പോഴോ 360 divided by 4 ദറ്റ് ഈസ് 90 ആയിരുന്നു അല്ലേ. അടുത്ത് റെഗുലർ പെൻറ്റഗൺ ആണെങ്കിലോ 540 divided by 5 ദറ്റ് ഈസ് 108 ആയിരുന്നു അല്ലേ. ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അടുത്ത് വീണ്ടും റെഗുലർ ഹെക്സഗൺ ആകുമ്പോഴോ 720 divided by 6 എത്രയാ 120. ഇങ്ങനെയല്ലേ സീക്വൻസ് പോകുന്നത് അല്ലേ. ഓക്കെ എന്താ അവിടെ ഡിഫറൻസ് 90 minus 60 30 108 minus 90 18. ഡിഫറൻസ് സെയിം ആണോ? അല്ല. അപ്പോൾ ഇത് AP ആണോ? അതായത് അരിത്മെറ്റിക് സീക്വൻസ് ആണോ? അല്ല. ആണോ അല്ലേ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് നോർമൽ കേസിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ കഴിയില്ല, കാര്യം ഇത് അരിത്മെറ്റിക് സീക്വൻസ് അല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ഈ സീക്വൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ജനറൽ എക്സ്പ്രഷൻ കണ്ടുപിടിക്കേണ്ടി വരും ആണോ അല്ലേ. സോ നമുക്ക് ഈ 60 എങ്ങനെ എഴുതാം? 60 ശ്രദ്ധിച്ചേ 60 എന്ന് പറയുമ്പോഴേക്കും എങ്ങനെ നമുക്ക് കിട്ടിയേ n minus 2 into 180/n ആണ്. അതായത് 180/3 ആയിരുന്നു. 90 ആയിരുന്നെങ്കിലോ 360 divided by 4 ആയിരുന്നു. 108 ആയിരുന്നെങ്കിലോ 540 divided by 5 ആയിരുന്നു. 120 ആണെങ്കിലോ എന്താ 120 എന്ന് പറയുമ്പോഴേക്കും 720 divided by 6 ആയിരുന്നു ആണോ അല്ലേ. ഈ 180 360 540 720 അതിൻ്റെ എക്സ്പ്രഷൻ എന്തായിരുന്നു? ഓൾജിബ്ര എക്സ്പ്രഷൻ 180n ആണ് അല്ലേ. അപ്പോൾ നമുക്ക് കാര്യം ചെയ്യാം. ഇതിങ്ങനെ എഴുതാം 180 into 1 180n ആണ്. ഫസ്റ്റ് ആകുമ്പോഴേക്കും 180 into 1 സോ 180 into 1 divided by ഈ 3 നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ 1 plus 2 ഓക്കെ ആണോ. അതുപോലെ 360/4 ആകുമ്പോഴോ എന്താ 360/4 നമുക്ക് ഇങ്ങനെ എഴുതാം ദറ്റ് ഈസ് 180 into 2 അതല്ലേ 360. ഈ ഇക്വേഷൻ വെച്ച് സെക്കൻഡ് ടൈം 360 ആണ്, അതായത് 180 into 2 ആണ് ഡിവൈഡഡ് ബൈ 4 എങ്ങനെ എഴുതാം? ഓക്കെ 2 plus 2 തെറ്റുണ്ടോ? അടുത്ത് ഈ ടൈം ആണെങ്കിലോ 540 divided by 5 ആണെങ്കിലോ 180 into 3 അല്ലേ 540 divided by 5 എങ്ങനെ എഴുതാം? ഓക്കെ 3 plus 2 തെറ്റുണ്ടോ? അടുത്ത് ഈ ടൈം ആണെങ്കിലോ ഓക്കെ 720 ആകുമ്പോഴേക്കും 180 into 4 divided by പറഞ്ഞേ 4 plus 2 6 അല്ലേ. ഓക്കെ ഇനി നിങ്ങൾ പറഞ്ഞേ എന്താ ഓൾജിബ്ര എക്സ്പ്രഷൻ xn is equal to നമുക്ക് 180 into 1 ഫസ്റ്റ് ടൈം 180 into 1 സെക്കൻഡ് ടൈം ആണെങ്കിലോ 180 into 2 തേർഡ് ടൈം ആണെങ്കിലോ 180 into 3 ഫോർത്ത് ടൈം ആണെങ്കിലോ 180 into 4. സോ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ടൈം 180 into 1 ആണ്. സോ 180 എന്ന് കൊടുക്കാം. 180 into 1 ആണോ അല്ലേ ഡിവൈഡഡ് ബൈ അടുത്ത് നോക്കിയേ 1 plus 2 2 plus 2 3 plus 2 4 plus 2 അതായത് +2 കോമൺ ആണ് ആണോ അല്ലേ. അടുത്ത് ഫസ്റ്റ് ടൈം ആകുമ്പോഴേക്കും 1 സെക്കൻഡ് ടൈം ആണെങ്കിലോ 2 തേർഡ് ടൈം ആണെങ്കിലോ 3. സോ നമുക്ക് എന്ത് ചെയ്യാം?
എൻ പ്ലസ് ടു എന്ന് കൊടുക്കാം. ഇനി എക്സ്പ്രഷൻ പറഞ്ഞു നോക്കിയേ. എക്സ് 1 ആകുമ്പോഴേക്കും 180 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2 ആയില്ലേ. എക്സ് 2 ആണെങ്കിലോ 180 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 2. അടുത്ത എക്സ് 3 ആകുമ്പോഴോ 180 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 2. ക്ലിയർ ആണോ? ശരി. എന്താ ഫോർത്ത് പറഞ്ഞേക്കുന്നത്? മെഷർ ഓഫ് ആൻ വൺ ഔട്ടർ ആംഗിൾ അല്ലേ. എന്താ ഔട്ടർ ആംഗിളിൻ്റെ ഇക്വേഷൻ? സോ ഔട്ടർ ആംഗിൾ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ വൺ ഔട്ടർ ആംഗിൾ ഈസ് ഈക്വൽ ടു എന്താ 180 മൈനസ് 1 ഇന്നർ ആംഗിൾ എന്നല്ലേ, ആണോ അല്ലേ? അപ്പോൾ എന്തായിരുന്നു സീക്വൻസ്? എന്താ ഓക്കെ, 180 മൈനസ് 1 ഇന്നർ ആംഗിൾ. 1 ഇന്നർ ആംഗിൾ ആരാ? 60 ആണ്. സോ 180 മൈനസ് 60 ദാറ്റ് ഈസ് 120. 180 മൈനസ് 90 ദാറ്റ് ഈസ് 90. 180 മൈനസ് 108 ദാറ്റ് ഈസ് 72. 180 മൈനസ് 120 ദാറ്റ് ഈസ് 60. ആണോ അല്ലേ? സോ എന്താ എക്സ്പ്രഷൻ വരുന്നത്? നമുക്ക് നോക്കി ഇതേപോലെ അങ്ങ് ഉപയോഗിക്കാം. സോ എക്സ് എൻ ഈസ് ഈക്വൽ ടു 180 മൈനസ് 1 ഇന്നർ ആംഗിൾ. എന്താ 1 ഇന്നർ ആംഗിൾ എക്സ്പ്രഷൻ? സോ 180 n ഡിവൈഡഡ് ബൈ n പ്ലസ് 2. ഈ ഇക്വേഷൻ വെച്ച് അങ്ങ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണോ? സോ വീണ്ടും 180 ഇൻറ്റു n പ്ലസ് 2 ക്രോസ് ചെയ്തു. 180 ഇൻറ്റു n പ്ലസ് 2 മൈനസ് 180 n ഡിവൈഡഡ് ബൈ n പ്ലസ് 2. ഓക്കെ ആണോ? ബാക്കി ഇങ്ങോട്ട് ചെയ്യുവാണ്. സോ എന്താ 180 ഇൻറ്റു n 180 n പ്ലസ് the 180 into 2 that is 360 minus 180 into n divided by balance പറഞ്ഞ് n plus 2 അല്ലേ. സോ 180 n 180 n കട്ട് ചെയ്യാം. അപ്പോൾ ആൻസർ എന്താ വരുന്നത്? 360 ഡിവൈഡഡ് ബൈ n plus 2. ക്ലിയർ ആണോ? ചെക്ക് ചെയ്ത് നോക്കാം. എന്താ x1ൻ്റെ വാല്യൂ? x1 ആകുമ്പോഴേക്കും 360 ഡിവൈഡ് ബൈ 1 plus 2. എന്താ 360 ഡിവൈഡ് ബൈ 1 plus 2? 360 ഡിവൈഡ് ബൈ 3 ദറ്റ് ഈസ് 120 ആയില്ലേ. എക്സ് 2 ആണെങ്കിലോ 360 ഡിവൈഡ് ബൈ 2 പ്ലസ് 2. 2 പ്ലസ് 2 ആകുമ്പോഴേക്കും 4. സോ 360 ബൈ 4 എന്താ? 90. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിച്ചേ. ദ എയ്ത്ത് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 12 അല്ലേ. ആൻഡ് ഇറ്റ്സ് 12th ടേം ഈസ് 8. വാട്ട് ഈസ് ഇറ്റ്സ് ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഫോർ ദിസ് സീക്വൻസ്? ഓക്കെ, എയ്ത്ത് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 12 എന്നാ. ദറ്റ് ഈസ് x8 ഈക്വൽ ടു x8ൻ്റെ വാല്യൂ 12 ആണോ അല്ലേ. ആൻഡ് ദ 12th ടേം ഈസ് 8. ദാറ്റ് മീൻസ് x12 ഈക്വൽ ടു 8 അല്ലേ. നമുക്കെന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? എക്സ് എൻ അല്ലേ. സോ എക്സ് എൻ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. എന്തായിരുന്നു എക്സിൻ്റെ ഇക്വേഷൻ? എക്സ് എൻ ഈസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എക്സ് മൈനസ് ഡി. അപ്പോൾ നിങ്ങൾ പറഞ്ഞേ നമുക്ക് എക്സ് എൻ വേണമെങ്കിൽ ഏതൊക്കെ വേണം? ഡിയും വേണം, പിന്നെയാണെങ്കിലോ എക്സും വേണം. അതായത് കോമൺ ഡിഫറൻസും വേണം, പിന്നെയാണെങ്കിലോ ഫസ്റ്റ് ടേമും വേണം അല്ലേ. സോ നിങ്ങൾ പറഞ്ഞാൽ എന്താ കോമൺ ഡിഫറൻസിൻ്റെ ഇക്വേഷൻ? കോമൺ ഡിഫറൻസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്നല്ലേ. എന്താ ടേം ഡിഫറൻസ് ആകുമ്പോഴേക്കും നമുക്ക് 12th ടേം മൈനസ് 8th ടേം ദറ്റ് ഈസ് എന്താ 12th ടേം ആകുമ്പോഴേക്കും 8 മൈനസ് 12 ഡിവൈഡഡ് ബൈ എന്താ പൊസിഷൻ ഡിഫറൻസ് ആകുമ്പോഴേക്കും 12 മൈനസ് 8 ദറ്റ് ഈസ് 8 മൈനസ് 12 ആകുമ്പോഴേക്കും മൈനസ് 4 ഡിവൈഡഡ് ബൈ 12 മൈനസ് 8 ആകുമ്പോഴേക്കും 4. എന്താ മൈനസ് 4 ബൈ 4 ദറ്റ് ഈസ് മൈനസ് 1. കോമൺ ഡിഫറൻസ് ആയില്ലേ. ഇത് നമുക്ക് ഏതാ വേണ്ടേ? ഫസ്റ്റ് ടൈം കൂടി വേണം ആണോ അല്ലേ. അപ്പോൾ നമ്മുടെ കയ്യിൽ x8 ഉണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് ടൈം ആണ്. ദറ്റ് ഈസ് എക്സ് അല്ലെങ്കിൽ x1. എന്താ എക്സ് അല്ലെങ്കിൽ x1 എന്ന് പറയുമ്പോഴേക്കും എക്സ് ഈക്വൽ ടു, അതായത് x1 ഈക്വൽ ടു ഓക്കെ നമ്മുടെ കയ്യിലുള്ളത് x8 അല്ലേ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 8 മൈനസ് 7d അല്ലേ. 8 മൈനസ് 7 1 ആവില്ലേ. സോ എന്താ x8ൻ്റെ വാല്യൂ 12 മൈനസ് 7 ഇൻറ്റു എന്താ ഡിയുടെ വാല്യൂ മൈനസ് 1 ദറ്റ് ഈസ് 12 മൈനസിന് മൈനസ് എന്താ പ്ലസ് 7. 12 പ്ലസ് 7 19. ഫസ്റ്റ് ടൈം ആയില്ലേ. എന്താ ആൾജിബ്രായിക് എക്സ്പ്രഷൻ? എക്സ് എൻ ഈസ് ഈക്വൽ ടു ഡി എൻ. ഡിയുടെ വാല്യൂ എത്രയാ? മൈനസ് 1. സോ മൈനസ് 1 ഇൻറ്റു എൻ അല്ലേ പ്ലസ് എക്സ് മൈനസ് ഡി ആകുമ്പോഴേക്കും 19 മൈനസ് ഡിയുടെ വാല്യൂ എന്താ ഡിയുടെ വാല്യൂ മൈനസ് 1. സോ മൈനസ് 1ൻ്റെ എന്താ മൈനസ് എൻ പ്ലസ് 19 അല്ലേ. മൈനസിൻ്റെ മൈനസ് ദറ്റ് ഈസ് 19 പ്ലസ് 1 എത്രയാ 20. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? തിരിച്ചതിനെ 20 മൈനസ് എന്ന് എഴുതി കൂടെ.
സോ ഓൾജിബ്ര എക്സ്പ്രഷൻ ക്ലിയർ ആണോ? നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ അരിത്മെറ്റിക് സീക്വൻസസിൻ്റെയും ഓൾജിബ്ര എക്സ്പ്രഷൻ്റെ ജനറൽ ഫോം എഴുതാൻ പോവാണ്. ശ്രദ്ധിച്ചേക്കുക. ഓക്കെ, എക്സ് എൻ ഈസ് ഈക്വൽ ടു എ എൻ പ്ലസ് ബി. എക്സ് എൻ ഈസ് ഈക്വൽ ടു എ എൻ പ്ലസ് ബി. ഇതായിരിക്കും ഇത് ജനറൽ ഫോം ഓഫ് algebraic expression of any arithmetic sequence. അപ്പോൾ ഏത് അരിത്മെറ്റിക് സീക്വൻസ് എടുത്താലും അതിൻ്റെ ഓൾജിബ്ര എക്സ്പ്രഷൻ ജനറൽ ഫോം എന്തായിരിക്കും? എക്സ് എൻ ഈസ് ഈക്വൽ ടു എ എൻ പ്ലസ് ബി ആയിരിക്കും. അതിൽ എയും ബിയും എന്താ? എയും ബിയും ആ രണ്ട് നമ്പേഴ്സ് ആയിരിക്കും അല്ലേ? നമുക്ക് നോക്കി ഇവിടെ എന്തായിരുന്നു? 20 മൈനസ് എൻ ആയിരുന്നല്ലേ? നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് എൻ ഈസ് ഈക്വൽ ടു മൈനസ് എൻ പ്ലസ് 20 എന്ന് എഴുതാം. അപ്പോൾ എന്താ എയുടെ വാല്യൂ? എ ഈക്വൽ ടു -1ഉം ബിയുടെ വാല്യൂ ആണെങ്കിലോ 20 എന്ന് കിട്ടും. സോ ഏത് അരിത്മെറ്റിക് സീക്വൻസ് ആയാലും എന്താ ജനറൽ ഫോമിൻ്റെ എക്സ്പ്രഷൻ? എക്സ് എൻ ഈസ് ഈക്വൽ ടു എ എൻ പ്ലസ് ബി ആയിരിക്കും. ഒരിടം ഒന്ന് ശ്രദ്ധിക്കുക. അല്ല, എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് ഇല്ലേ? ഏതാ എന്നിൻ്റെ കോഎഫിഷ്യൻ്റ്? എ എന്ന് വെച്ചാൽ ഇവിടെ എന്തായിരിക്കും? -1 എന്ന് വെച്ചാൽ കൂടെ എന്താ? കോമൺ ഡിഫറൻസ് ആണ്. അപ്പോൾ എക്സ് എൻ ഈസ് ഈക്വൽ ടു എ എൻ പ്ലസ് ബിയിൽ ആ എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിരിക്കും ഏത്? നമ്മുടെ ഗിവൺ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ്. സോ ക്ലിയർ ആണോ?